Hi friends, welcome to Post Magic. Today we are discussing about banking facilities provided by Post Office like a savings account, recurring deposits, Mahila Samman, SSA, Kisan Vikas Patra, senior citizenship schemes, etc. Savings account. Savings account എന്താ SB account. നമുക്ക് നോക്കാം who can open. ആർക്കൊക്കെ ഓപ്പൺ ചെയ്യാം ഈ സേവിങ്സ് അക്കൗണ്ട്? ഫസ്റ്റ് വൺ എ സിംഗിൾ അഡൾട്ട്. Then, as per SB Order 16/2023, POSB account can be opened by three individuals jointly. A guardian on behalf of a minor, a guardian on behalf of a person of unsound mind or persons with autism, cerebral palsy, mental retardation and multiple disabilities. Last one, a minor who has attained age of 10 years in his or her own names. അപ്പോൾ 5 തരം ആൾക്കാർക്കാണ് SB അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് വൺ ആരാണ്? സിംഗിൾ അഡൾട്ട്. പ്രായപൂർത്തിയായ ആർക്കും SB അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. പിന്നെ എന്താണ്? SB ഓർഡർ പ്രകാരം 3 പേർക്ക് ജോയിന്റ്ലി SB അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. പിന്നെ എന്താണ്? ഒരു മൈനർ, 18 വയസ്സ് പൂർത്തിയാക്കാത്ത വ്യക്തിനെയാണ് മൈനർ എന്ന് പറയുന്നത്. ആ മൈനറിന്റെ പേരിൽ ആർക്ക് ഓപ്പൺ ചെയ്യാം? ആളുടെ ഗാർഡിയൻ ഓപ്പൺ ചെയ്യാം. പിന്നെ എന്താണ്? പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്, ഓട്ടിസം ഉള്ള ആൾക്കാരുണ്ടോ, അൺസൗണ്ട് മൈൻഡോ അല്ലെങ്കിൽ ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർക്ക് അവരുടെ ഗാർഡിയൻ ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു മൈനർക്ക് ഓപ്പൺ ചെയ്യാം എങ്ങനെ? എ മൈനർ ഹു ഹാസ് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 10 ഇയേഴ്സ് ഇൻ ഹിസ് ഓർ ഹെർ ഓൺ നെയിം. അതായത് 10 വയസ്സായിട്ടുണ്ടെങ്കിൽ ഒരു മൈനർക്ക് ആളുടെ പേരിൽ എന്ത് ചെയ്യാം? ഓപ്പൺ ചെയ്യാൻ പറ്റും. അങ്ങനെ 5 പേർക്കാണ് സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത്. ഇനി SB അക്കൗണ്ടിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. First one, there will not be any difference in savings account opened with a checkbook or without checkbook. അതായത് സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ചെക്ക് ബുക്ക് പ്രൊവൈഡ് ചെയ്യണോ എന്നുള്ളത് നോക്കാം. ചെക്ക് ബുക്ക് ഇല്ലാതെ ഓപ്പൺ ചെയ്യുന്നതിനും ചെക്ക് ബുക്ക് ഉണ്ടായിട്ട് ഓപ്പൺ ചെയ്യുന്നതിനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. എന്താണ്? an individual can open only one single account across all the post office. അതായത് ഇന്ത്യയിൽ ഏത് പോസ്റ്റ് ഓഫീസിലായാലും ആകെ ഒരാൾക്ക് ഒരു SB അക്കൗണ്ട് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. One individual can open any number of joint account. പക്ഷെ ഒരാൾക്ക് ജോയിന്റ് അക്കൗണ്ട് എത്ര വേണമെങ്കിലും ഓപ്പൺ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരാളുടെ പേരിൽ ഒരു SB അക്കൗണ്ട് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. മിനിമം എമൗണ്ട് റിക്വയർഡ് ഫോർ ഓപ്പണിംഗ് SB ₹500. മിനിമം എമൗണ്ട് എത്രയാണ്? 500 രൂപ ഉണ്ടെങ്കിൽ ഒരാൾക്ക് SB അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണത് ₹500 ആണ്. ഇനി സബ്സിക്വന്റ് ഡിപ്പോസിറ്റ്സ് എങ്ങനെയാണ്? 10 രൂപയിൽ കുറയാതെ സബ്സിക്വന്റ് ഡിപ്പോസിറ്റ്സ് നടത്തണം. മാക്സിമം ഡിപ്പോസിറ്റ്സിന് എന്താണ്? ലിമിറ്റ് ഇല്ല. അപ്പൊ മാക്സിമം ഡിപ്പോസിറ്റ്സ് എന്താണ്? നോ ലിമിറ്റ് ആണ്. മിനിമം എമൗണ്ട് ഓഫ് വിഡ്രോവൽ ₹50. 50 രൂപയാണ് മിനിമം എമൗണ്ട് ഓഫ് വിഡ്രോവൽ. All deposits and withdrawals should be in multiples of ₹1. If the balance is less than minimum prescribed, penalty of ₹50 inclusive of GST. അതായത് പ്രിസ്ക്രൈബ്ഡ് ബാലൻസിലും താഴെയാണ് നമ്മുടെ ബാലൻസ് എങ്കിൽ ഒരു 50 രൂപ പെനാൽറ്റി കൊടുക്കണം. മിനിമം ബാലൻസ് എപ്പോഴും എത്ര വേണം? ₹500 വേണം. ഇനി if the balance is less than the amount, the account will be automatically closed. അതായത് ബാലൻസ് കുറവാണെന്നുണ്ടെങ്കിൽ, അതായത് പെനാൽറ്റിയും കൊടുത്തില്ല എന്നിട്ടും ബാലൻസ് കുറവായിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? ക്ലോസ് ആയി പോകും. Interest is allowed for a calendar month on the close of the 10th day and at the end of the month, which is interest bearing balance of SB. എങ്ങനെയാണ് ഇൻട്രസ്റ്റ് അലൗഡ് ചെയ്യുന്നത്? Interest is allowed for a calendar month on the close of the 10th day and the end of the month. ആ 10 ദിവസം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ അവസാനത്തെ മാസത്തിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യണത്? ബാലൻസ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. If the balance below ₹500 between 10th and the end of the month, no interest is allowed for that month. അതായത് നമ്മുടെ അക്കൗണ്ട് നോക്കുമ്പോൾ 500 രൂപയെ താഴെയാണ്, ബാലൻസ് കുറവാണെങ്കിൽ ആ 10ാമത്തെ ദിവസം വന്നു, അതുപോലെ തന്നെ ആ മന്തിന്റെ എൻഡിൽ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ബാലൻസ് കുറവാണെങ്കിൽ അതിന് എന്ത് കൊടുക്കില്ല? ഇൻട്രസ്റ്റ് കൊടുക്കില്ല. If the account is closed during a year, interest up to the end of the previous month will be allowed. അതായത് SB അക്കൗണ്ട് എന്നാണോ നമ്മൾ ക്ലോസ് ചെയ്യണത് അതിക്കും ആ SB അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് മാസത്തെ വരെയുള്ള ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും? കൊടുക്കും. Interest shall be credited in account at the end of each financial year at the interest rate prescribed by ministry. അതായത് ഓരോ ഫിനാൻഷ്യൽ ഇയറും നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് മാറാറുണ്ട്. അപ്പൊ അവര് ഇൻട്രസ്റ്റ് റേറ്റ് എങ്ങനെയാണോ അത് വെച്ചിട്ടാണ് ഓരോ ഫിനാൻഷ്യൽ ഇയറിലും നമ്മൾ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യണത്. Under Section 80(tt)(a) of the Income Tax Act, from all savings bank account, interest up to ₹10,000 earned in a financial year is exempted from taxable income.
അതായത് ഇൻകം ടാക്സിന്റെ ആക്ട് 80TTA പ്രകാരം എന്താണ് സേവിങ്സ് അക്കൗണ്ടിന്റെ ഇൻട്രസ്റ്റ് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 10,000 രൂപ വരെ എന്താണ് ടാക്സ് എക്സംഷൻ ആണ്. ഇനി ടാക്സ് exemption is rupees 50,000 for senior citizen under section 80TTB. TTA പ്രകാരം സേവിങ്സ് അക്കൗണ്ടിന്റെ ഇൻട്രസ്റ്റ് 10,000 രൂപ വരെ എന്താണ് എക്സംപ്റ്റഡ് ആണ്. ഇനി സീനിയർ സിറ്റിസന്റെ കേസിൽ സെക്ഷൻ 80TTB പ്രകാരം 50,000 വരെ എന്താണ് എക്സംപ്ഷൻ ആണ്. The conversion of joint account into single account and single account to joint are not allowed. നമ്മൾ പറഞ്ഞു ഒരു വ്യക്തിക്ക് ഒരു സിംഗിൾ അക്കൗണ്ടേ പാടുള്ളൂ, പക്ഷെ അയാൾക്ക് എത്ര ജോയിന്റ് അക്കൗണ്ട് വേണമെങ്കിലും ഓപ്പൺ ചെയ്യാം. പക്ഷെ അവിടെ എന്ത് സംഭവിക്കാൻ പാടില്ല, അതായത് എന്താണ് കൺവേർഷൻ നടക്കില്ല. ജോയിന്റ് അക്കൗണ്ടിനെ സിംഗിൾ അക്കൗണ്ട് ആക്കാനും സിംഗിൾ അക്കൗണ്ടിനെ ജോയിന്റ് അക്കൗണ്ട് ആക്കാനും പറ്റില്ല. ദെൻ നോമിനേഷൻ എന്താണ് മാൻഡേറ്ററി ആണ്. ചെക്ക് ബുക്ക് കണ്ടെയ്നിങ് 10 ചെക്ക് ലീവ്സ്. നമ്മൾ പറഞ്ഞു എന്താണ് സേവിങ്സ് അക്കൗണ്ടിൽ വേണമെങ്കിൽ ചെക്ക് ബുക്ക് വേണം എന്ന് വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം, ചെക്ക് ബുക്ക് ഇല്ലാതെയും ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ചെക്ക് ബുക്കിൽ എത്ര ലീവ്സ് ആണുള്ളത്? 10 ചെക്ക് ലീവ്സ് ഉണ്ടാവും. ഇനി അഡീഷണൽ ചെക്ക് ലീവ്സ് നമ്മൾ വാങ്ങിയാണെങ്കിൽ എത്ര രൂപ വെച്ച് കൊടുക്കണം? ₹2 plus GST per check leaf is charged. An account will become silent if no deposit or withdrawal is taken place for 3 completed years. 3 വർഷം നമ്മൾ SB അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഡിപ്പോസിറ്റ്സോ വിഡ്രോവലോ ഒന്നും നടത്തിയില്ലെങ്കിൽ ആ അക്കൗണ്ട് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അത് എന്താവും? സൈലന്റ് ആവും. പിന്നെ അത് റിന്യൂ ചെയ്താലേ നമുക്കത് ആക്ടിവേറ്റ് ആക്കാൻ പറ്റുള്ളൂ. The transaction is allowed only after revival. അതായത് റിവൈവലിന് ശേഷമാണ് വീണ്ടും ട്രാൻസാക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും KYC ഒക്കെ ചെയ്യേണ്ടി വരും. ക്രെഡിറ്റ് ഓഫ് ഇൻട്രസ്റ്റ് is silent account is not treated as a transaction. അതായത് സൈലന്റ് അക്കൗണ്ടിൽ ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ആയി വരുന്നത് അത് എന്തായിട്ട് കണക്കാക്കില്ല, ഒരു ട്രാൻസാക്ഷൻ ആയിട്ട് കണക്കാക്കില്ല. In BOs, maximum of ₹20,000 withdrawal is allowed. അതായത് ഒരു ദിവസം ബ്രാഞ്ച് ഓഫീസിൽ 20,000 ആണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. ₹50,000 ക്യാഷ് ഡെപ്പോസിറ്റ് is allowed on BOs. അതുപോലെ തന്നെ ഡിപ്പോസിറ്റ്സ് എത്രയേ പറ്റുള്ളൂ? ബ്രാഞ്ച് ഓഫീസിൽ 50,000 rupees ആണ് വിഡ്രോവൽ പറ്റുക. ഇനി എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് ഈ സേവിങ്സ് അക്കൗണ്ടിന് പ്രൊവൈഡ് ചെയ്യണമെന്ന് നോക്കാം. ചെക്ക് ബുക്ക്, ATM കാർഡ്, e-banking or mobile banking, Aadhaar seeding, Adal Pension Yojana, that is APY, Adal Pension Yojana. Then Pradhan Mantri Suraksha Bima Yojana, PMSBY, Pradhan Mantri Jeevan Jyoti Bima Yojana, PMJJBY. ഇതെല്ലാം ഒരു സേവിങ്സ് അക്കൗണ്ടിന് കൊടുക്കുന്ന ഫെസിലിറ്റീസ് ആണ്. നെക്സ്റ്റ് വൺ ആണ് ബേസിക് സേവിങ്സ് അക്കൗണ്ട്. A registered adult member of any government welfare scheme can open basic savings account at any post office including POs. അതായത് ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ വെൽഫെയർ സ്കീമിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഒരു സേവിങ്സ് അക്കൗണ്ട് ആണ് എന്താ? ബേസിക് സേവിങ്സ് അക്കൗണ്ട്. A guardian of a minor whose name is registered for any government welfare scheme can open basic savings account on behalf of a minor. അതായത് മൈനറിന് വേണ്ടിയിട്ട് അയാളുടെ ഗാർഡിയന് എന്ത് ചെയ്യാം? ഓപ്പൺ ചെയ്യാൻ പറ്റും. Then only one basic savings account can be opened. Basic savings account can be opened at a zero balance and the account can be maintained without balance. Zero balance ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ്? മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല ബേസിക് സേവിങ്സ് അക്കൗണ്ടിന്. Any government benefit and any other deposits can be made in this account. The depositor who wishes to open basic savings account has to provide copy of letter or card issued by a competent authority of any state or central government mentioning the name of beneficiary under any welfare scheme. Then copy of letter or Aadhaar card issued by UDAI, account opening form and a KYC form. അതായത് ബേസിക് സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണേ എന്തൊക്കെ വേണമെന്ന് എന്താണ്? അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം വേണം, KYC വേണം, ആധാർ വേണം, പിന്നെ ആ ഡിപ്പോസിറ്ററിന്റെ പേര് ഏതാണോ സോഷ്യൽ വെൽഫെയർ സ്കീമിൽ ആ ഡിപ്പോസിറ്ററിന്റെ പേരുള്ളത് ആ കാർഡ് വേണം, പിന്നെ എന്താണ് ആ ലെറ്റർ ഇഷ്യൂ ചെയ്യുന്ന ഒരു ലെറ്ററും വേണം. Checkbook, net banking, mobile banking, ATM card can be availed by beneficiary provided. Minimum balance of ₹500 is maintained and the account converted to PO savings account. അതായത് ഇനി നമ്മൾ ഈ ബേസിക് സേവിങ്സ് അക്കൗണ്ട് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തൊക്കെ വേണം? അതായത് 500 രൂപ മിനിമം ബാലൻസ് ഉണ്ടെങ്കിൽ ഈ ബേസിക് സേവിങ്സ് അക്കൗണ്ടിനെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തെല്ലാം കിട്ടും? ചെക്ക് ബുക്ക്, നെറ്റ് ബാങ്കിങ്, മൊബൈൽ ബാങ്കിങ്, ATM കാർഡ്. ഇതൊക്കെ നമുക്ക് ഈ ഫെസിലിറ്റീസ് ഒക്കെ ആ ബെനിഫിഷ്യറിക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. എന്നിടത്ത് എന്താണ്? സേവിങ്സ് അക്കൗണ്ട് ആണ്. സേവിങ്സ് അക്കൗണ്ട് അറിയാം, മിനിമം ബാലൻസ് ഓഫ് 500,
മിനിമം ഡിപ്പോസിറ്റ്സും 500 ആണ്. എപ്പോഴും ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം 500 ആയിട്ട്. പിന്നെ എന്താണ് മിനിമം വിഡ്രോവൽ എന്ന് പറയുന്നത് 50 റുപ്പീസ് ആണ്. പിന്നെ 5 തരം ആളുകൾക്കാണ് ചേരാൻ പറ്റുന്നത്. പിന്നെന്താ ബേസിക് സേവിങ്സ് അക്കൗണ്ട്, അതെന്തെങ്കിലും ഒരു വെൽഫെയർ സ്കീമിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യുന്നതാണ് എന്താ ബേസിക് സേവിങ്സ് അക്കൗണ്ട്. അത് നമുക്ക് 0 ബാലൻസിൽ മെയിൻറ്റെയിൻ ചെയ്യാം. അതുപോലെ തന്നെ മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഈ ബേസിക് സേവിങ്സ് അക്കൗണ്ടിൽ 500 റുപ്പീസ് നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അത് നമുക്ക് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. താങ്ക് യു.